Cook with Love. Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രഡീഷണൽ ഒത്തൻറ്റിക് വേയിലുള്ള ഒരു നോൺ വെജ് ഡിഷാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന മുഗളായി മട്ടൺ കറിയാണ്. അപ്പം ഇത് കേരളയിൽ താമസിക്കുന്ന ഞാൻ എങ്ങനെ ഇത് ഒത്തൻറ്റിക് അല്ലെങ്കിൽ അവരുടെ രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നുള്ളതല്ല എന്നോട് അടുത്ത ചോദ്യം. പിന്നെ എന്നുള്ളൊരു ചോദ്യം കൂടെ വരും. അതെല്ലാം എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയാം, ആധികാരികമായിട്ട് ഇത് അറിയുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞത്. എന്നാലും എനിക്കറിയുന്ന ഒരു അറിവ് ഞാൻ ഒന്ന് പകർന്നു തരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരുപാട് പ്രയാസങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഏറ്റവും ടേസ്റ്റിയസ്റ്റ് മീറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബീഫിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. മട്ടൺ എനിക്കിഷ്ടമായതുകൊണ്ടും എൻ്റെ ഫാമിലി ഏട്ടനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് മട്ടൺ. അപ്പം അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരുപാടില്ല. ഒത്തിരി ഉള്ളി അരിയുക, ഒത്തിരി ടൊമാറ്റോ അരിയുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പെട്ടെന്നാക്കി എടുക്കാനേ ഉള്ളൂ. ഫസ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് വറ്റൽ മുളക്, ഇത് കാശ്മീരി മുളക്, അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. സെക്കൻഡ് വേണ്ടിയത് കുറച്ച് വലിയ വെളുത്തുള്ളിയില്ലേ, ഈ ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 എണ്ണം, അതല്ല നമ്മുടെ സാധാ വെളുത്തുള്ളി ആണെങ്കിൽ അതിൻ്റെ ഡബിൾ 10 എണ്ണം. പിന്നെ വേണ്ടിയത് പട്ട. ഈ പട്ട എപ്പോഴും ആലോചിച്ച് വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പട്ടയുടെ ഒരു കട്ടി കൂടുതലുള്ള പട്ട എപ്പോഴും കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ കൊത്തൽ ഭയങ്കരമായിട്ട് മുന്നിൽ നിൽക്കും. ഇനിയിപ്പോൾ എത്ര നമ്മൾ അതിനെ വരട്ടിയെടുത്താലും ശരി, അല്ലാതെ ചെയ്താലും ശരി, അതിൻ്റെ ഒരു കുത്തൽ മുന്നേ നിൽക്കാണ്ട് ഇച്ചിരി ഉപയോഗിക്കാവുള്ളൂ. കട്ടിയുള്ളതാണെങ്കിൽ നോർമൽ ഇതേപോലത്തെ ഒരു മെലിഞ്ഞ പട്ടയുടെ ആണെങ്കിൽ ഒരു കഷ്ണം വീതം ഇടാം. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, നമ്മൾ സാധാ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം. പിന്നെ ഉള്ളത് ഇഞ്ചി, 1 ഇഞ്ചാണ്. അത്രയും 1 കിലോ മട്ടൺ എത്ര വേണം അതനുസരിച്ച്. പിന്നെ ഉള്ളത് ഏലക്ക അല്ലെങ്കിൽ ഏലക്കാപ്പൊടി. പിന്നെ ഉള്ളത് ഗ്രാമ്പൂ, അതൊരു 7 എണ്ണം അല്ലെങ്കിൽ പോട്ടെ 5 എണ്ണം വെച്ചോ. മട്ടൻ്റെ ഈ മസാല കൂടി കഴിഞ്ഞാൽ മട്ടനുള്ള മൈനസ് എന്ന് വെച്ചാൽ ആ കുത്തൽ മുന്നേ നിൽക്കും. അത് ഇഞ്ചി കൂടിയാലും അതെ. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് കുരുമുളക പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു വലിയ സൈസ് സവാള 2 എണ്ണം ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ റഫ്ലി അരിയാം, ഡയസ്ഡ് ആക്കാം, സ്ലൈസ്ഡ് ആക്കാം, എങ്ങനെ ആയാലും. കാര്യം ഇത് നമുക്ക് പേസ്റ്റ് അരയ്ക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ 4ആയിട്ട് കീറിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടിയത് ഇച്ചിരി പുളിയില്ലാത്ത തൈര, കുറച്ച് കട്ട തൈരാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ഉറയെ ഒഴിച്ച് വെച്ച് കട്ട ആയില്ലെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാൻ നോക്കും, തൈര് എന്നായാലും വേണം, അതുകൊണ്ട് തൈര് എടുക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്. ഇതിനകത്ത് നമുക്ക് കറിവേപ്പില ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം, പിന്നെ പുതിനയില ഇടാം. ഇത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പുതിനയിലയോടാ. പിന്നെ ചേർക്കാനുള്ളത് ഇതിനകത്ത് റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും അല്ല. ചേർക്കാനുള്ളത് നെയ്യ. മട്ടണും ഫാറ്റാണ് ചേർക്കുന്ന, എണ്ണയും ഫാറ്റാണ്. അപ്പോൾ ആലോചിച്ച് ചോദിക്കുക അതിൻ്റെ ഒരു റിച്ച്നെസ്. അപ്പോൾ എപ്പോഴും കഴിക്കാൻ പറ്റുകയല്ല, ഇതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് എപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നും, കഴിക്കരുത്, വല്ലപ്പോഴേ കഴിക്കാവുള്ളൂ. പിന്നെ ഞാനിവിടെ മേടിച്ച് വെച്ചേക്കുന്നത് 1 കിലോ മട്ടൺ വെറുതെ ഉപ്പിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഹാഫ് തുറന്ന് വെച്ചേക്കും അതിൻ്റെ ഒന്ന് ചൂട് പോകാനായിട്ട്. അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറച്ച് സാധനം വേവിക്കാനുണ്ട്. അതിനകത്തോട്ട് ഇത് വെച്ചിട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ വേവിക്കാൻ പോകുന്നത് ഈ വറ്റൽ മുളക്, വെളുത്തുള്ളി, പട്ട, ജീരകം, അത്രേ ഉള്ളൂ. അന്നുവെച്ചാൽ അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് അരച്ചെടുക്കാനുള്ളതാണേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇത്രയും മാത്രമേ വേവിക്കാനുള്ളൂ എന്നും കൂടെ ആലോചിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത്രയും വലിയ പാത്രം എന്തിനാണ് എടുത്ത് വെച്ചതെന്ന് ചോദിച്ചാൽ, അവനവൻ്റെ വീട്ടിലുള്ള പാത്രമല്ലേ എടുക്കാനൊക്കത്തുള്ളൂ, അതുകൊണ്ട് എടുത്തതന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്തോട്ട് ഇതിപ്പോൾ ഞാനൊരു 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിട്ടു. വലിയ ഞാൻ പറഞ്ഞില്ലേ ചൈനീസ് വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം അല്ലെങ്കിൽ 10. ഒരു കഷ്ണം പട്ട ഇടുന്നുള്ളൂ, കുത്തൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ജീരകം. വറ്റൽമുളക് വേവാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരിച്ചിരി സമയം മതി. ജീരകം, വെളുത്തുള്ളി ഇതൊക്കെ വേവാൻ എത്ര നേരം വേണം അല്ലേ. എന്നാൽ ഈ തിളച്ച സാധനം നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാനും ഒക്കത്തില്ല. ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ചേരുവകളെല്ലാം ചേർക്കണം. ദാറ്റ് ഈസ് ഇഞ്ചി, ഏലക്ക, പിന്നെ നമ്മുടെ
ഗ്രാമ്പു, കുരുമുളകും സവാളയും കൂടി ഇട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഈ വെള്ളം, വേവാൻ വെച്ച വെള്ളം കളയരുത്, ഊറ്റിയെടുക്കുകയോ ഇട്ട് അരയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതിനെ ഒന്ന് വറ്റിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ആവുകയല്ലേ, ആ സമയത്ത് ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മൾ മസാല അരച്ചാൽ. എന്നാൽ തീരെ വറ്റിക്കുകയും ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ വേറെ എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിക്കുകയില്ല, ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി കറിക്ക് എരിവ് വേണം എന്ന് തോന്നുവാന്നേൽ പച്ചമുളക് 50-50 ബേസിസിലിടാം. ഇത് ഒന്ന് വേവുന്ന സമയത്ത് ഞാൻ ബാക്കി ചേർക്കാം. അതായത് നമുക്ക് 1 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, അതായത് 1 ഇഞ്ച് കഷ്ണം ഇവിടെ ഇപ്പം ഞാൻ അരിഞ്ഞ് വെച്ചുകൊണ്ട് ഞാൻ തേണ്ട ഒരു ഇഞ്ചിൻ്റെ ഒരളവുണ്ടല്ലോ നമുക്ക്, അതനുസരിച്ച് ഇടുക. ഈ ടീസ്പൂൺ കണക്ക് പറയാനൊന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല 1 ഇഞ്ച് എത്രയാണെന്നുള്ളത്. ടീസ്പൂണിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഏലക്ക ഒന്നെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 ഏലക്ക. പൊടി ആയതുകൊണ്ട് ഇനി ഇപ്പം എന്നതേലും ഒരു ഏറ്റക്കുറച്ചിൽ തോന്നുവാന്നേൽ നമുക്ക് അത് ചേർത്താലും മതിയേ. പിന്നെ ഗ്രാമ്പും ഇതേപോലെ ഒരു 5 എണ്ണം. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 4 വിരൽ കൂട്ടി പിടിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അത്ര എടുത്താൽ മതി. നെക്സ്റ്റ് വേണ്ടിയത് സവാള. ഇപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ആവശ്യമുള്ള വെള്ളമേ ഇതിനകത്തുള്ളൂ. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇത് ഭയങ്കര തണുത്തായിരിക്കുന്നത്, എന്നാലും റിസ്ക്കാണ്. ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ, ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഈ ഒത്തിരി വെള്ളമില്ല ഇതിനകത്ത്. ദേ കണ്ടോ, ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ല, പക്ഷേ അറിയാം വേണ്ടേ. ഇപ്പം ഇത്രയും ചൂടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സി അടുക്കളയ്ക്ക് പണിയാക്കുമോ എന്നുള്ളത് അറിയത്തില്ല, പക്ഷേ എന്നാലും ആക്കുവല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പോരാ, നല്ലതായിട്ട് ഒന്ന് അരഞ്ഞോട്ടെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മുടെ കുക്കറിൽ നിന്ന് ഈ മട്ടൺ എടുത്ത്, ഇതിപ്പോൾ ഒരുവിധം നല്ലതായിട്ട് ഞാൻ വേവിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് മസാല ചേർത്ത് ഈ മട്ടൻ്റെ ഒരു എന്താ പറയുക, ആ ഗ്രേവിയിൽ ഇതിനകത്ത് വന്ന സ്റ്റോക്ക് ആ മസാലയായിട്ടൊന്ന് മൂത്തതിന് ശേഷം ആ ചേർത്തേക്കുന്ന മസാല കംപ്ലീറ്റ് മട്ടണിലൊന്ന് പിടിക്കണം. അതാണ് ആവശ്യം. ഇപ്പോൾ ഇത് വേവിച്ച് വെച്ച സ്ഥിതിക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഈ പോട്ടിലേക്ക് ഇടുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാല അരച്ചേച്ച് ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ഒരു മസാല നല്ല മൊരിയണം, ഒരു ഡാർക്ക് ബ്രൗൺ ആവണം, എന്നാലേ മട്ടൻ കറിക്ക് ഒരു നിറം വരുള്ളൂ. അതനുസരിച്ച് എന്നിട്ട് മട്ടനും ചേർത്ത് വേവിക്കുക. അതാ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കാര്യം എളുപ്പത്തിനായിട്ട് ഇച്ചിരി വേവിച്ച് വെച്ചുകൊണ്ട് ഇതിലോട്ട് നെയ്യ് ഒഴിക്കുക. ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല ചേർക്കുക. ശരിക്കും ഇതാ മസാല ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ആ മട്ടൺ കറിക്ക് എപ്പോഴും നിറം വരുന്നതേ നമ്മൾ ഈ മസാലയുടെ മൂപ്പ് അനുസരിച്ചാണ്. അത് ഒത്തിരി മൂപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റെഡിഷ് കളർ വരികയില്ല. ചിലർക്കാണെങ്കിൽ ഒത്തിരി ബ്രൗൺ കളറാണ് ഇഷ്ടം. ഏതാന്ന് വെച്ചാൽ അതുപോലെ. മട്ടണ് ശരിക്കും ഉപ്പിട്ടാ വേവിച്ചേ. അന്നേരം ഞാൻ ഈ മസാലയ്ക്ക് വേണ്ടി ഉപ്പ് മാത്രം ചേർക്കുവാണേ.
കാര്യം നമ്മൾ വേവിച്ചപ്പോൾ ഉള്ളി വേവിച്ചപ്പോഴോ ഒന്നും ഞാൻ ഉപ്പ് ചേർത്തില്ല. ഒരു ഇച്ചിരി ഉപ്പ്. മസാല മൊരിയുന്ന സമയം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തൈരും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഈ മസാല പെട്ടെന്ന് അങ്ങോട്ട് മൂക്കുകയല്ല. കാര്യം എന്നാണെന്നറിയാവോ, ആ തൈരൊന്ന് ഉടയണം. പിന്നെ ഈ നമ്മൾ ചേർത്ത നെയ്യുണ്ടല്ലോ ആദ്യം, അതൊന്ന് തെളിഞ്ഞു വരാതെ പറ്റത്തില്ല. ഇത്രയും പ്രോസസ്സ് നടക്കുമ്പോൾ ഉള്ള സംഭവം എന്നാണെന്നറിയാവോ, ഇത് തെറിക്കും ഇങ്ങനെ. അന്നേരം തെറിച്ച് മേത്തോട്ട് വീണാൽ ചില്ലറ പണിയൊന്നും അല്ലെന്നറിയാലോ. അതുകൊണ്ട് ഇച്ചിരി സാവധാനം കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ എന്താ പറയുക, അടപ്പ് തുറക്കുകയല്ല, തെറിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി സ്ഥലത്തൂടെ ഞാൻ കാണിക്കാം. എന്നുവെച്ചാൽ ഇതുണ്ടോ, എണ്ണ തെളിഞ്ഞു, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ എണ്ണ തെളിഞ്ഞ ഈ അരപ്പ് ഇപ്പോഴാണ് നമ്മുടെ ആ ഒരു പച്ചച്ചോവയെല്ലാം മാറി കിട്ടുന്നത്. അതിനെ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടണിനകത്തോട്ട് ഇട്ടേച്ച് ഒറ്റ വിസിലെടുത്താൽ മതി. മുഗളായി മട്ടൺ കറി റെഡിയാണ്. അപ്പം ഞാൻ ഇതിനെ ഇനി ഇതിനകത്തോട്ടൊന്ന് ചേർക്കട്ടെ. ഇതിനകത്ത് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് 2 മല്ലിയിലയോ കറിവേപ്പിലയോ പുതിന ഇലയോ ഇടാം. ഇവിടെ ഇപ്പം ഞാൻ 2 പുതിന വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇടുകയില്ല, ഒരു ഇച്ചിരി, അതായത് 2-3 ലീഫ്, അത് മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഗളായി മട്ടൺ കറി. അത് ശരിക്കും അവരെന്നെ പഠിപ്പിച്ച സമയത്ത് അവർ പറഞ്ഞത് ദിസ് ഇസ് ദ ഒത്തൻറ്റിക് ടേസ്റ്റ് ഓഫ് മുഗളായി. നമുക്ക് നോക്കാം അല്ലേ? പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം അതൊരു നല്ല കറിയായിരുന്നു, നോ ഡൗട്ട്. ഇപ്പം ഈ ഒരു ട്രഡീഷണൽ ഒരു ഒത്തൻറ്റിക് കറി ഞാൻ ആർക്കാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടറായ ഷാൻ റഹ്മാനും അദ്ദേഹത്തിൻ്റെ മകനുമാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ അദ്ദേഹത്തിന് ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവും എല്ലാം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് നല്ലോണം അറിയാം. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറേ പാട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. അഫ്കോഴ്സ് ഒരു മ്യൂസിക് വരുമ്പോൾ എത്രയായാലും ആനീസ് കിച്ചന് സന്തോഷം കൊണ്ടാണ് ഏറ്റവും ഇഷ്ടം. കുറച്ച് പാട്ട് കേൾക്കാം. Daddy, my super daddy. His ID, CID, തരി പോലുമില്ല പേടി. ഉണ്ടാ പേടിയുണ്ടാ, കളി ഡാഡിയോട് വേണ്ട. ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. Thank you. ഹായ്. നമ്മൾ ആദ്യമായിട്ട് കാണുക. Yes. ഹായ് സർ, ഹൗ ആർ യു? ചേച്ചി ഷാൻ എന്ന് വിളിക്കുക ചേച്ചി. എന്നാൽ ഐ ഷുഡ് റെസ്പെക്ട് യു അല്ലേ? ഗീവ് ആൻഡ് ടേക്ക് ആണ്. കുഴപ്പമില്ല കുഴപ്പമില്ല, എന്നെ ഷാൻ വിളിച്ചാൽ മതി. വിളിക്കട്ടെ. അവനെ എത്രയായാലും സാർന്ന് വിളിക്കാൻ നോക്കോ? ഒരിക്കലും പറ്റത്തില്ല. അവനെ എനിക്ക് പേരെ വിളിക്കാൻ നോക്കത്തുള്ളൂ. ലോകത്തുള്ള ആരും അവനെ സാർന്ന് വിളിക്കാറില്ല. വിളിപ്പിക്കും. നല്ലതാ നല്ലതാ. ഓക്കെ, അതെല്ലാം പോട്ടെ. എന്നതാ ഞാൻ അഡ്രസ് ചെയ്യണ്ടേ? ആസ് എ മ്യൂസിക് ഡയറക്ടർ, ആക്ടർ, എന്നാ ചെയ്യേണ്ടത് അല്ലേ? അതൊന്ന് ആദ്യം ഒന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തന്നാ. ചേച്ചി മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു. മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഈയിടെ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഭയങ്കര അഭിനയം, ലാലേട്ടനായിട്ട് അല്ലെങ്കിൽ ഫിലിംസില്. ശരിക്കും ഇഷ്ടമായിരുന്നു. മ്യൂസിക് ആണോ ആക്ടിങ് ആണോ? ചേച്ചി എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നമ്മൾ ആൽബംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫേമസ് ആവുക എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു സംഭവം. ലൈക്ക് റെക്കഗ്നൈസ്ഡ് ആവുക. ഇപ്പം നമ്മുടെ ആൽബംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൽബംസ് ചെയ്തിട്ട് അവിടുത്തെ കോഴിക്കോട്
മോൾസിലൊക്കെ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞളിക്കും. ആരെങ്കിലൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോന്ന്. ചിലരൊക്കെ മറ്റേ ആൽബം, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ACVയിൽ ജൂക്ക് ബോക്സിൽ ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ട് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ മമ്മി. അപ്പൊ അതുകൊണ്ട് കുറെ പേരൊക്കെ വന്നിട്ട് ഷാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പൊ അതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അൾട്ടിമേറ്റ്ലി മ്യൂസിക് കമ്പോസിങ് തന്നെയാണ്. ഐ വാണ്ടഡ് ടു മേക്ക് മ്യൂസിക് ഓൺലി. പിന്നെ അതിങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് ആണ് പിന്നെ വിനീത് അഭിനയിക്കാൻ വിളിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ആക്ച്വലി വിനീതിന്റെ കോമ്പിനേഷൻ ശരിക്കും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ആ ഒരു കെമിസ്ട്രി ടു ഗുഡ്. ആ ഒരു കെമിസ്ട്രി എല്ലാവരും വേവ് ലെങ്ത് ഒന്നാന്ന് തോന്നുന്നു, തമ്മിൽ പറയും. തീർച്ചയായിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആണ് ചേച്ചി. കാരണം ഒന്ന്, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം ഉണ്ട് നമ്മൾ തമ്മിൽ. അപ്പം ഈ ഒരു ഓക്വേർഡ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പറയുന്നത് ചെയ്യാം. ഇപ്പം മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, അവൻ എന്നോട് എന്നാ വേണ്ടിയെന്നുള്ളത് ഷാന് നല്ലോണം അറിയാം. അറിയാം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ വിനീതിനെ കാണുന്നതിന് മുന്നേ ശരിക്കും വാട്ട് വാസ് ഷാൻ, അല്ല എങ്ങനെയായിരുന്നു അതിലേക്ക്? എനിക്ക് തോന്നുന്നു വിനീതിന്റെ കൂടെ ചെയ്തതിന് ശേഷമായിരിക്കും കുറച്ചുകൂടെ യു ബിക്കെയിം സോ. യെസ്, ആബ്സല്യൂട്ട്ലി. ഞാൻ അതിന് മുന്നേ ചേച്ചി ഞാൻ ആഡ് ഫിലിംസ് ഒക്കെ ആയിരുന്നു കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു മമാസ്. മമാസ് ആണ് പുള്ളിയുടെ പേര്. മമാസ് ആണ് പിന്നീട് പാപ്പി അപ്പച്ച എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തത്. അപ്പൊ ആ സമയത്ത് നമ്മള് ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു ഒരു ഓഫീസിൽ. അപ്പം മമാസിന് ഒരു ആൽബം ഡയറക്റ്റ് ചെയ്യണം, എനിക്കാണെങ്കിൽ ഒരു മ്യൂസിക് ചെയ്യണം എന്നുള്ള ഇതൊക്കെ അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു മ്യൂസിക് വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ എന്താ പറയാ, ഷൂട്ടിങ്ങിന്റെ ഒരു അരമണിക്കൂർ മുന്നേ പ്രൊഡ്യൂസർ മുങ്ങി. അല്ല, മമാസ് ഡയറക്റ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ആ ഒരു ആൽബം സ്നേഹം എന്നായിരുന്നു ആൽബത്തിന്റെ പേര്. അപ്പൊ അതിന് പ്രൊഡ്യൂസർ മുങ്ങി. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് വീട്ടിലായിരുന്നോ താമസിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ഈ കഷ്ടകാലം കണ്ടിട്ട് ആ വീട്ടിൽ താമസിച്ചവര് പറഞ്ഞു ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ പിച്ചും ചെയ്തു പൈസ. എന്നിട്ടാണ് സ്നേഹം എന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ശരിക്കും ഷാൻ വരുന്ന സമയത്ത് ഒരു സ്ട്രഗിൾ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അയ്യോ, എന്റെ സ്ട്രഗിൾ ഒക്കെ എന്റെ പൊന്നേച്ചി, ഞാനൊക്കെ മഴയത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു നമുക്ക്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് ഈ പ്രൊഫഷൻ എന്താണെന്നുള്ളത് നമുക്കൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ, കാരണം എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നതെല്ലാം പക്ക പ്രൊഫഷണൽസ് ആണ്. ഒന്നുകിൽ കച്ചവടക്കാരായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അപ്പം എനിക്ക് പാട്ടുണ്ടാക്കണം, മ്യൂസിക് കമ്പോസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വീട്ടിലാരും മ്യൂസിക് ആരുമില്ല? ഡാഡി ഗസൽസ് കേൾക്കും. ഡാഡി ഭയങ്കരമായിട്ട് ഗസൽസ് കേൾക്കുന്നവരാണ്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അപ്പൊ കുഞ്ഞിലെ ഷാൻ പഠിച്ചോ പാട്ടൊക്കെ തന്നെ? ഞാൻ റാസൽ ഖമയിലായിരുന്നു. പിന്നെ എന്റെ സ്കൂൾ ടൈം അവിടെയായിരുന്നു. ബോൺ ഹിയർ ബട്ട് അവിടെ. അപ്പം ഞാനൊരു കരാട്ടെ ക്ലാസ്സിൽ ചേർന്നിട്ട് നല്ല രീതിയിൽ തല്ല് കിട്ടിയ സമയത്തായിരുന്നു എനിക്കിനി പരിപാടി. അപ്പം ചേച്ചി, ഈ കഥ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഓരോ ബെൽറ്റിനും ഓരോ കഥാസ് ഉണ്ട്. മീൻസ് ലൈക്ക് ആക്ഷൻസ് ആണ്. അപ്പൊ അതില് എനിക്ക് അവന്റെ പേര് പോലും ഓർമ്മയുണ്ട്. യഹയ എന്നാണ് അവന്റെ പേര്. അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല ഒരു ഇടി കിട്ടി. അപ്പൊ അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ എന്നെ പിക്കാൻ വന്ന ഡാഡിയോട് ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല, പൊള്ളുന്നു. ഇവിടെ കിട്ടിയത് കറക്റ്റ് സ്ഥലത്താണ് കിട്ടിയത്. അപ്പം ഡാഡി പറഞ്ഞു ശരി, എന്താണ് അടുത്ത പരിപാടി? അപ്പം അവിടെ എല്ലാം ഈ കുറെ ഈ ഹോൾസ് പോലെയാണ്. അപ്പൊ അടുത്ത ഹോൾ എന്ന് പറയുന്നത് മ്യൂസിക് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് കീബോർഡ് പഠിക്കണം എന്നാണ്. അപ്പൊ ഡാഡി പറഞ്ഞു കീബോർഡ്. അതായത് ഇത് വേണ്ട, സോ ദ നെക്സ്റ്റ് ചോയ്സ് ഈസ് കീബോർഡ്. അല്ലാതെ നമ്മുടെ ടേസ്റ്റ് അല്ല, ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. കുറെ പിള്ളേർ കീബോർഡും വയലിനൊക്കെ എടുത്തിട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് കീബോർഡ് പഠിക്കണം എന്നുണ്ട്. ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് യാതൊരു ഈ ഡാഡി അവിടുന്ന്
ഇപ്പൊ തലത്ത് അസീസ് അല്ലെങ്കിൽ പിന്നെ ജഗ്ജിത് സിംഗ് ഇവരുടെയൊക്കെ പാട്ട് പിന്നെ ഗസൽസ് കേൾക്കാന്നല്ലാതെ എനിക്ക് മ്യൂസിക്കിനോട് ഒരു സംഭവ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ കീബോർഡ് ആക്ച്വലി കുറച്ചൊന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിനോടൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. ആ ടൈമില് നമുക്ക് ഈ ഒരു പ്രയാസം കൊണ്ടാണ് നമ്മൾ അതിന് പോയേ. അതെ, പിന്നെ അത് മാത്രമല്ല ചേച്ചി പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാ അങ്ങനെ വല്ല ഫീൽ ചെയ്താൽ ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാരണം ഈ നൊട്ടേഷൻസ് പഠിച്ചെടുക്കുക ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആ സമയത്ത് ചേച്ചി നമ്മുടെ ഇപ്പം എല്ലാം ആക്സസിബിൾ ആണ്. സ്പോട്ടിഫൈ, യൂട്യൂബ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് റാസൽ ഖൈമയിൽ ഒരു ചാനലേ ഉണ്ടായിരുന്നുള്ളൂ, ചാനൽ 33 എന്നും പറഞ്ഞിട്ട്. അതിൽ മാത്രമാണ് ഈ ഇംഗ്ലീഷ് സോങ്സും അങ്ങനെയുള്ള കുറച്ച് സോങ്സ് ഒക്കെ വന്നോണ്ട് അബ്ബ, പിന്നെ ബോണി എം, ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പൊ എന്തോ നോയിങ്ലി എന്ന് പറയാൻ പറ്റില്ല, അൺനോയിങ്ലി ഇതൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവണം. കാരണം എന്തോ സംതിങ് വാസ് ദേർ. അപ്പൊ പിന്നെ ബേസ് ആയിട്ട് നമ്മൾ പറയില്ലേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ കർണാട്ടിക് സംഗീതം പഠിക്കണം, അതിന്റെ ആ ഒരു എന്താ പറയാ ഡെപ്തിലേക്ക് പോകണം അങ്ങനെയൊക്കെ ഇല്ലേ. ബട്ട് യു ഡോണ്ട് ഡു ദാറ്റ്. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഷാൻ തലയാട്ടുന്നതിന് മുമ്പ് അവൻ ആട്ടി. അപ്പം കാരണം ഞാൻ അവനോട് സ്റ്റോറീസ് ഒക്കെ അപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ പപ്പായുടെ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോഴത്തേക്ക് വാട്ട് ഈസ് യുവർ പ്ലാൻ ആൻഡ് വാട്ട്സ് യുവർ എയിം? Same music. Same. You want to also become a music director. പാടും. ഈ മ്യൂസിക്കിന്റെ ഇഷ്ടം പപ്പായോട് എപ്പോഴാ പറഞ്ഞേ? From the childhood? എനിക്ക് ആക്ച്വലി കുറെ നാളായിട്ട് ഉണ്ട് മ്യൂസിക്കിന്റെ ഇഷ്ടം. എനിക്ക് അങ്ങനെ മ്യൂസിക് ഇഷ്ടമില്ലാന്നില്ല, പക്ഷെ അപ്പ ഈ പറഞ്ഞ പോലെ കർണാട്ടിക് അങ്ങനെ ഒന്നും പപ്പ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സോ മോൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബേസ് കിട്ടണം, അങ്ങനെ ചെയ്ത് പഠിക്കണം എന്നാണോ? അവൻ പഠിക്കുന്നുണ്ട്. ഞാൻ കൊയറുണ്ട്, ഞാൻ ഹിന്ദുസ്ഥാനി ഉണ്ടായിരുന്നു. പക്ഷെ യു നോ ദ ബേസ്. ഇഷ്ടമാണ് കമ്പോസിംഗ് ഉണ്ട്. ഏതാ മോനെ ഏറ്റവും ഇഷ്ടം, കമ്പോസിംഗ് ഓർ പ്ലേ ബാക്ക്? പാടാനാണോ ഇഷ്ടം? കമ്പോസിംഗ്. അപ്പനെ പോലെ. അപ്പനിപ്പ ഞങ്ങളെല്ലാം പ്രേക്ഷകർ കാണുന്ന എങ്ങനെ പറയാം, അപ്പനെ ഒരു ഭയങ്കര ഒരു അടിപൊളി അപ്പനായിട്ടാ. അപ്പൻ വീട്ടിൽ വാങ്ങാനാന്നോ ഭയങ്കര സ്ട്രിക്റ്റ് അപ്പനാന്നോ? ഇല്ല, സ്ട്രിക്റ്റ് ഒരിക്കലും അല്ല. തിരിച്ചാണോ, അപ്പനോടാണോ സ്ട്രിക്റ്റ്? അങ്ങനെ എന്റെ തലയിൽ കയറാന്നുള്ളതാണ്. അപ്പനെ വർഷമുള്ള വീട്ടില് ഈ പറഞ്ഞ പോലെ ആ സെൻസ്, അതിനോടുള്ളൊരു ഇഷ്ടം. അത് ഇപ്പം റയാൻ്റെതായിട്ടുള്ള ഒരു വർക്ക് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അത് കേൾപ്പിച്ചിരുന്നുണ്ട്. അത് നല്ല രസമുണ്ട് ആക്ച്വലി. മാഷാഅല്ലാഹ്, അത് നല്ല രസമുണ്ട്. അവൻ ചെയ്യുന്ന പരിപാടികളൊക്കെ രസമുണ്ട്. അപ്പം ഞാൻ പറയുന്ന ആ സെൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് അവനിൽ നിന്ന് ഉപ്പാടെ സെൻസും ഒരു സെൻസാട്ടോ. ചിലപ്പോഴൊക്കെ രാത്രിയൊക്കെ ഉണ്ടാവും ഈ വോയിസ് നോട്ട്സ് ഉണ്ടല്ലോ ഫോണില്, അതിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. പുതിയ എന്തെങ്കിലും ട്യൂൺ തലയിലുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം സ്റ്റുഡിയോ പോയിട്ടുണ്ടാക്കും. അതൊരു ദിവസം രാത്രി എന്റെ ഫ്രണ്ടിലെല്ലാം നടന്നിട്ടുണ്ട്. How you admire your Uppa? Very much. Very much. What are the qualities you studied from him in music and in personal life? ആ സെൻസ് ഒന്ന് കിട്ടണമെന്നുണ്ട്. കിട്ടും അല്ലേ? അപ്പായ്ക്ക് ഫുൾ ഗ്യാരണ്ടി അപ്പൊ എപ്പോഴും പറയുന്നത് യു ഹാവ് ദാറ്റ് എന്നാ പറയുന്നത്. ഇപ്പൊ ചെറുതായിട്ട് ആക്ടർ ആവണം എന്നുള്ള ഒരു സംഭവം കൂടി കേറിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുത്തല്ല, പറഞ്ഞു കൊടുത്തന്നെ. കണ്ടോ, ഈ അപ്പ പകുതി നുണയാ പറയുന്നത്. ചേച്ചി ഇപ്പൊ പാട്ട് ചെയ്തിട്ട് നമ്മളിപ്പം ഒരു തിയേറ്ററിൽ നമ്മൾ പോയിട്ട് സിനിമ കാണുന്ന ശരി, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ഫുൾ ലൈറ്റ്സ് വരുമ്പോഴേക്കും എന്ന് പറയുന്ന ഒരു സംഭവം വരും. അപ്പൊ അതും ഇവൻ കാണുന്നുണ്ട്. പക്ഷെ ഈ അതിരടി ഇറങ്ങിയല്ലോ, അതിരടി അതിരടി ഇപ്പൊ നോക്കിക്കോ, അതിരടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതുവരെ ഒരു തിയേറ്ററിൽ നിന്ന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അല്ല അന്ന് എനിക്കുണ്ടായത്. ഞാൻ ഈ ഫുൾ ക്രൂവിന്റെ കൂടെ ഒന്നും അല്ല പോയത്. കാരണം എനിക്ക് ഭയങ്കര ആങ്സൈറ്റി, എനിക്ക് ഭയങ്കര പേടി, ഇത് ഞാൻ ചെയ്യുന്ന സംഭവം ആളുകൾക്ക് ഇഷ്ടാവുന്നുണ്ടോ എന്നുള്ള ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ബാക്കി ബേസി, വിനീത് ഇവരൊക്കെ എല്ലാ തിയേറ്റർ വിസിറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഞാനില്ലാളിയ, എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ ഈ ഫോറത്തില് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ പിന്നെ റയാന്, വൈഫ് സാർ, നമ്മൾ 3 പേരും കൂടെ പോയി. ലാസ്റ്റ് ഈ പടം കഴിഞ്ഞിട്ട് ഈ ലൈറ്റ്സ് വന്നു. പിന്നെ ആളുകൾ നോക്കിയപ്പോൾ എന്നെ കാണുന്ന മ്യൂസിക് ഡയറക്ടർ ആയിട്ടല്ല, എന്നെ കാണുന്ന ആക്ടർ ആയിട്ടാണ്. അതിനകത്ത് കേട്ട അപ്പം ഭയങ്കര ഈ കുറേ സാധാരണ വന്ന് വരുമല്ലോ ഫോട്ടോ എടുക്കാനൊക്കെ വരും. ഇത് അതിനേക്കാളും കൂടി, അത് എനിക്ക് പോലും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, എനിക്ക് ന്യൂ ആയിരുന്നു. അപ്പൊ അത് ഈ അളിയൻ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ പപ്പ എനിക്ക് ആക്ടറായ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല കേട്ടോ. നീ അങ്ങനെ പറഞ്ഞു.
അപ്പൊ എനിക്ക് ആക്ടർ പുറത്തിറങ്ങിയിട്ട് അല്ല. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മോന് മ്യൂസിക് പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പൻ പണ്ട് മാളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഷാൻ അല്ലേ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്ത ആളല്ലേ, സ്വന്തമായിട്ട് പ്രൊമോഷൻ ചെയ്തല്ലോ. അതേപോലെ അച്ഛന്റെ ആ ഒരു സെയിം ടേസ്റ്റ്, ആ ഒരു റെക്കഗ്നൈസേഷൻ അതെല്ലാം വേണം എന്ന് മോനും ആഗ്രഹിക്കുന്നുണ്ട്? അത് കംപ്ലീറ്റ്ലി ഐ മീൻ അത് മ്യൂസിക് ആണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? ത്രൂ മ്യൂസിക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കൊമേഴ്ഷ്യൽ മൂവീസ് ഇറങ്ങുമ്പോൾ നമ്മളൊരു ഫിലിമിന് വേണ്ടി പ്രൊമോഷൻ വൈസ് മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം യു ഹാവ് യുവർ ഓൺ ഡ്യൂട്ടി ഫോർ ദ മ്യൂസിക് ഓൾസോ. അതിനും ഒരു പുഷ് വേണമല്ലോ. അപ്പം അത് ചെയ്യുമ്പോൾ വാട്ട്സ് യുവർ കോൺട്രിബ്യൂഷൻ? അതിനു വേണ്ടി ആ ലിറിക്സ്, മ്യൂസിക്, അതെല്ലാം നമ്മൾ അതിനു വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? ബേസിക്കലി ചേച്ചി, നമ്മളിപ്പോ ആ ഡയറക്ടറിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും, നമ്മൾ അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം അത് ചിലപ്പം ഒരു പകുതി വരെ മാത്രം എത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ എത്തില്ല. അങ്ങനെ ഉള്ള വാക്ക് തർക്കങ്ങൾ, അത് ഇത് അതിലെത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. ചില സമയത്ത് നമ്മൾ ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്കും, അദ്ദേഹത്തിന് അറിയില്ല എന്താ വേണ്ടതെന്നുള്ളത്. നമ്മൾ റെഫറൻസസ് ചോദിച്ച് അങ്ങനെ കുറേ സിറ്റിങ്സ് ഇരുന്നിട്ടാണ് ഓക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളത് നമ്മൾ എടുക്കാൻ ഇങ്ങനെ നോക്കും. ചില സമയത്ത് നമുക്ക് സർപ്രൈസ് ചെയ്യാനും പറ്റും. നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ടും അയ്യോ എൻ്റെ മനസ്സിലുള്ളത് ഇതായിരുന്നില്ല, പക്ഷെ ഇത് കലക്കി എന്ന് പറയുന്ന ഇൻസ്റ്റൻസസിലേക്കും നമ്മളെത്തും. അപ്പം ഇപ്പം എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കുള്ള ദൂരം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആണ് നമ്മുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും സക്സസ്ഫുൾ ആവും, പലപ്പോഴും നമ്മൾ മതിലിടിച്ച് വീഴും. പിന്നെ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ചേച്ചി, നമ്മളൊരു 4-5 ദിവസം ഇരുന്നിട്ടൊരു ക്ലാസ് സാധനം ഉണ്ടാക്കും, ഒരു ഉഗ്രൻ സാധനം. നമ്മളല്ലേ ഇത് കേട്ടിട്ട് ദൈവം ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടാക്കും. എന്നിട്ട് അയച്ചു കൊടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു ഐറ്റം ഉണ്ടാക്കും. അതായത് ഇപ്പം ഡയറക്ടർക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഇത് കേട്ടോ ആശാനെ ഇത് വേണ്ട ഇത് മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം വെറുതെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു സാധനം ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി അങ്ങ് കൊടുക്കും. ഡയറക്ടർ ആശാനെ രണ്ടാമത്തെ ഐറ്റം മാസ് ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇനി മോനോട് ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൻ്റെ ഒരു പാട്ട് ഇന്റർനാഷണൽ ലെവൽ വരെ എത്തിയില്ലേ? അപ്പത്തേനും വാട്ട് യു ഫീൽ? അതാ കേട്ടപ്പോഴും അപ്പായയുടെ പാട്ടാണ് ഇത് വന്നതെന്നൊക്കെ വിചാരിച്ചപ്പോ വെരി പ്രൗഡ്. അതൊരു ആക്ച്വലി ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ശരിക്കും ഷാൻ അത് ഫീൽ ചെയ്ത് എങ്ങനെ? ഷാൻ ചെയ്യുമ്പോൾ യു ഡി നെവർ നോ ദാറ്റ്. അപ്പൊ അത് ശരിക്കും ഇന്റർനാഷണൽ ലെവലിലൊക്കെ അതൊരു ഒരിടയ്ക്കൊരു ടോക്ക് ആയിരുന്നില്ലേ? ചേച്ചി, ഞങ്ങൾ ഇതൊന്നും ആലോചിച്ചിട്ട് ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പിന്നെ ബെന്നി പി നായരമ്പലം പുള്ളിയായിരുന്നു ഈ ഒരു വരി എനിക്ക് പറഞ്ഞത്. ലാൽവട്ടിന് കൂടെ സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് എന്നോട് പറഞ്ഞു, ഷാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ടു, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തു. അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ലിറിക് ആയതുകൊണ്ടാണ് അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയത്. അപ്പം ഇത് എത്രയോ വർഷങ്ങളായിട്ട് കോളേജുകളിലൊക്കെ പാടി നടക്കുന്ന ഒരു സംഭവമാണ് അത്ര. അത് ഇത്ര മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൻ അമ്മയെ കിണറ്റിലിട്ടു, എന്നിട്ട് കിണറ്റിൽ നിന്ന് അമ്മ എഴുന്നേറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഐറ്റംസ് ഉണ്ട് അതിന്റെ പുറത്ത്. എന്നിട്ട് ബെന്നിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഷാൻ ഈ ഒരു 4 വരിയുണ്ട്, ഈ ഒരു മീറ്ററിൽ ഷാൻ കമ്പോസ് ചെയ്തു, ഈ വരികൾ എടുക്കട്ടെ. അപ്പം ഈ മീറ്ററിൽ ഞാൻ കമ്പോസ് ചെയ്തു, പക്ഷെ ഞാൻ ഈ വരികളായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയി. അപ്പം ഞാൻ ലാലുചേട്ടനോട് ഞാൻ പറഞ്ഞു, ലാലുചേട്ടൻ നമുക്ക് ഈ ആദ്യത്തെ 4 വരി നമുക്ക് അതുപോലെ തന്നെ വെക്കാം, ബാക്കി അനിൽ പൻശുരാൻ എഴുതട്ടെ. അപ്പോൾ ലാലുചേട്ടൻ പുള്ളിയുടേതായിട്ടുള്ള ശൈലിയിൽ പറഞ്ഞു, അതിപ്പോ നിനക്ക് അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നം അപകടമായിരിക്കും, കാരണം അമ്മയുടെ ബ്രാൻഡി കുപ്പി ഇതൊക്കെയാണ് വരാൻ വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നിങ്ങൾ എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോ, ഇത് അടിപൊളിയായിരിക്കുന്നതാണ്. പിന്നെ ഈ 2 ഗാങ്സ് തമ്മിലുള്ള റൈവൽറി, ഇത് നമ്മുടെ തലയിൽ ഇത് മാത്രമേ ഉള്ളൂ ചേച്ചി. നമ്മൾക്ക് ഇത് വൈറലാവും, ഇത് ബിഗ് ആവും, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഈ ഐറ്റം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇതിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 lakh
2 lakh, അപ്പാ 2,50,000, ഇത് എന്റെ തന്നെയാണോ? 3 lakh, ഇതെന്റെ തന്നെയാണ്. അപ്പൊ ചേച്ചി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തോ സെർവർ ഇഷ്യൂ ആണ്, എന്തോ സെർവർ ഇഷ്യൂ അങ്ങനെ എന്തോ ഒരു ഐറ്റം ആണ്, അല്ലാതെ ഇതിങ്ങനെ. ഞാൻ വിനീതനെ വിളിച്ചു. അപ്പൊ വിനീതനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അളിയാ, അപ്പൊ അവൻ ഇങ്ങോട്ടേക്ക്, നീ ഇത് കാണുന്നുണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ സെർവർ മാത്രമല്ല അവിടുത്തെ സെർവറും എന്തോ പരിപാടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതങ്ങ് പോയി ചേച്ചി. സത്യം ശരിക്കും ആസ് എ ഞങ്ങൾക്കൊക്കെ മലയാളികൾക്ക് വിൽ ഫീൽ പ്രൗഡ് അല്ലേ ഷാൻ? ശരിക്കും അത് എന്തോ ആ സമയത്ത് ആ ചാനൽ കറക്റ്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സാധനം വന്നു ചെയ്തു. അത് തന്നെ അത് കുടുക്ക്. അതേപോലെയാണ് ഇപ്പം ഓണക്കാലം വന്നാല് ഷാന്റെ പാട്ട് തിരുവാവണി, അത് എല്ലാവർക്കും ഓണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പാട്ടിങ് വരും. അതിനി എനിക്ക് തോന്നുന്നു എവർഗ്രീൻ ആണ്. അത് ഓൾഡ് ഇസ് ഗോൾഡ് ഒന്നും അങ്ങനെ ഒന്നും പോകുന്നില്ല. ഇനി എത്ര ജനറേഷൻ മുന്നോട്ട് വന്നാലും ഓണം ഉള്ളിടത്തോളം നമ്മളെല്ലാം സ്ഥിരം കേൾക്കുന്നത്. അതെങ്ങനെ അതിന്റെ ഒരു ക്രിയേഷൻ? ചേച്ചി അത് എനിക്ക് അറിയില്ലായിരുന്നു ഒരു ഓണപ്പാട്ട് ഉണ്ടാക്കാൻ. എങ്ങനെയുണ്ട്? അതായത് വിനീത് എന്നോട് പറഞ്ഞു അളിയ ഇതാണ് സിറ്റുവേഷൻ, ഗൾഫിലാണ് സംഭവം നടക്കുന്നത്, രാത്രിയാണ് ഓണം സെലിബ്രേഷൻ. കാരണം അവിടെ മിക്ക ഇത് രാത്രി, കാരണം ഡേ ടൈമിൽ എല്ലാവരും വർക്ക് ചെയ്തിട്ട് രാത്രി ആയിരിക്കും എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഇവിടുത്തെ പോലെ ആയിരിക്കില്ല. അവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. എനിക്കാണ് യാതൊരു പിടുത്തവും കിട്ടും, ഇതെന്ത് ചെയ്യും? കാരണം ബാക്കി മറ്റേ ഈ ശിശിരകാലൊക്കെ പുട്ടുപോലെ ഉണ്ടാക്കിയാൽ പറ്റും, എനിക്ക് ഓണപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഒന്നും ഒരു ഐഡിയ ഇല്ല കിട്ടാൻ. അവസാനം ഞാൻ നമ്മുടെ ലിറിസിസ്റ്റ് മനു മഞ്ജിത്തിന്റെ സഹായം തേടി. ഞാൻ അവനോട് പറഞ്ഞു എടാ നീ ഈ ഓണമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള, കാരണം ഞാനൊക്കെ ഇതാ വരുന്നേ സുന്ദരമാരൻ നമ്മൾ ആ റൂട്ടിലാണ് 14 ഇതൊക്കെയാണല്ലോ. അപ്പൊ എനിക്കിതൊരു പിടുത്തം കിട്ടാത്തതുകൊണ്ട് ഞാൻ മനുവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മനു എടാ നീ എനിക്ക് കുറച്ച് വരികള് അയച്ച ഓണം ബേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുക രാത്രിയാണ്, അപ്പം ആ ഒരു സംഭവം ഒന്ന് മനസ്സ് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതുന്നത്. അപ്പം അവൻ ചറ പറ കുറേ വരികൾ എഴുതുന്നത്. അപ്പം അതിലുള്ളൊരു വരിയായിരുന്നു തിരുവാവണി രാവ്, രാത്രി ആയതുകൊണ്ട് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അപ്പം ഞാൻ ഓക്കെ ഗുഡ് നൈസ്. പിന്നെ വിനീത് വേറൊരു കാര്യം എന്നോട് പറഞ്ഞത്, ഇതിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മലയാള ചൊവ വേണ്ട, ട്യൂണിനല്ല ഓർക്കസ്ട്രേഷന്. അതിന് അവിടെ ദുബായിൽ നടക്കുന്നൊരു പരിപാടി ആയതുകൊണ്ട് കുറച്ചൊരു വെസ്റ്റേൺ ടേസ്റ്റ് ആവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കമ്പോസ് ചെയ്തിട്ട് അതിലാകെ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ആ ട്യൂണും പിന്നെ ഇടയ്ക്ക് വരുന്ന ചെണ്ടയുടെ ഒരു മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സാണ്. പിന്നെ അത് ശരിക്കും കേൾക്കുമ്പോഴാണ് ഞങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് ഞങ്ങൾ ആ പാട്ട് കേൾക്കുമ്പോൾ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇനി ഒന്നുകൂടെ കേൾക്കുമ്പോഴേ ചേച്ചി ഒന്നുകൂടി കേട്ടോ. അതിനകത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ആ ചെണ്ട മാത്രമേ ഉള്ളൂ. അപ്പായുടെ ഏറ്റവും ക്രിയേഷൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മോനെ ഏതാ? അല്ല അപ്പന് ഇഷ്ടപ്പെട്ടില്ല. ഉപ്പായ ഭയങ്കരമായിട്ട് കൊച്ചിന് ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു. അപ്പ എന്നാ ചെയ്താലും അപ്പനെ ഇങ്ങനെ അഡ്മയർ ചെയ്ത് അപ്പനോടൊരു ഇഷ്ടം കൂടുതല്. മമ്മാസ് ബേബി എന്ന് പറയുന്ന പോലെ ഇത് ഞാനിപ്പോ കാണുന്ന അപ്പായുടെ കൊച്ചായിട്ടാ അല്ലേ? അപ്പായ്ക്ക് ഈ പറഞ്ഞ പോലെ കീബോർഡ് ഇസ് ദ ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് അപ്പ തെരഞ്ഞെടുത്ത. മോൻ ഏതാ ഇഷ്ടം? സെയിം കീബോർഡ്. അല്ല ചില കുട്ടികൾക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടാന്ന് പറയും. സോ അവന് ഗിറ്റാർ ഇഷ്ടമാണ്, പക്ഷെ അവൻ നന്നായിട്ട് പ്ലേ ചെയ്യുന്നത് പിയാനോ ആണ്. പിയാനോ, കീബോർഡ്, കാരണം ഇതിലാണ് ഈ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ കമ്പോസിംഗ് ഒക്കെ നടക്കുന്നത്. അതിലായതുകൊണ്ട് അളിയൻ ആ ഒരു ഏരിയയിൽ ആണ്. അപ്പായുടെ പാട്ടും അപ്പ പാടുന്നൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. കൊച്ചൊരു പാട്ട് പാടാവോ? ഇപ്പോഴോ? സോ പിന്നെ എപ്പോഴാ ഒരെണ്ണം പാടാ? ഒരു അവന് പാടുന്ന കാര്യത്തിൽ അവൻ കുറച്ച് അപ്പൻ അതങ്ങ് അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ
വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാർദ്രം. ഞാൻ നിർത്താൻ പറയല്ല എന്നിൽ നിന്നാം അത് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ആക്ച്വലി ഷാൻ ഇപ്പം ഷാൻ മ്യൂസിക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ സ്ട്രഗിൾസ്, എങ്ങനെയാ ഒരു മ്യൂസിക് ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് എല്ലാം നമുക്കറിയാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമൃത ഫാമിലി തന്നെ നമ്മളൊരു ഷോ നടത്തുന്നുണ്ട് മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ കഴിവിനെ കുറിച്ചും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെ മൈനസ് അവരെ എങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യുക? എനിക്കൊന്ന് ബേസിക്കലി ചേച്ചി ഫോക്കസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പം സൂപ്പർ സ്റ്റാറിൻ്റെ ഇപ്പോഴത്തെ സീനിയർ സീസണാണ് നടന്നുകൊണ്ടിരിക്കണേ. അതിൽ ഫോക്കസ് നഷ്ടപ്പെട്ടവർ മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ. അതായത് ഇതിനു മുന്നേ ഞാൻ വേറൊരു റിയാലിറ്റി ഷോയിലും ഇരുന്നിട്ട് അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ എല്ലാവരും ഇങ്ങനെ പൊക്കി പൊക്കി, ഓ നീ അത്, നീ വലുത്, നീ അങ്ങനെ, നീ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളടക്കം കേട്ടോ, നമ്മൾ ജഡ്ജസ് അടക്കം ജഡ്ജിങ്ങിന്റെ സമയത്ത് നമ്മൾ പറയുമല്ലോ നീ അടിപൊളിയാണെന്ന് നമ്മൾ പറയുമല്ലോ. ഈ ഒരു ഐറ്റം തലയിലേക്ക് കയറിയപ്പോൾ അവന് ഈ സിംഗിങ്ങിനോടുള്ള ആ ഒരു ഫോക്കസ് അവന് നഷ്ടമായി. അവന് പിന്നെ ഇത് ആ ലോകത്തിലേക്ക് പോയിട്ട് ഈ ബാക്കിയുള്ള ആളുകളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം, ഇനി ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിലേക്ക് അവന്റെ ഫോക്കസ് കംപ്ലീറ്റ് മാറി. അതോടുകൂടി അവൻ ഡൗണായി എലിമിനേറ്റും ആയി. അത് ശരിക്കും ഷാന അപ്പൊ പറഞ്ഞു കൊടുത്തില്ലേ നീ ഇന്ന കാരണം കൊണ്ടാ എത്ര തവണ. പക്ഷെ ചേച്ചി നമ്മൾ പറയുന്ന പോലെ അല്ല, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഇവരുടെ ഓരോ പെർഫോമൻസ് വരുമ്പോൾ അതിന്റെ താഴെ വി എക്സ്പെക്ട് മോർ ഫ്രം യു വി എക്സ്പെക്ട് ഇതിങ്ങനെ കേൾക്കുമ്പോഴേ ഇത് കുട്ടികളാണല്ലോ ഇവരൊക്കെ. 20 years, 22 years, 25 years. അപ്പൊ ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ആ കുട്ടി പോയി. ഓക്കെ, ഇപ്പൊ എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് AI. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കില് അതിന് എന്തോരം പ്ലസ് ഓർ മൈനസ്? ഇപ്പം മ്യൂസിക്കിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ആപ്പിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാട്ട് ഇങ്ങോട്ട് തരും. പക്ഷെ അതിന് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ള കാര്യം ദാറ്റ്സ് എ എൻറ്റയർലി ഡിഫറെന്റ് ഡിബേറ്റ്. മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കൈകൊണ്ട് കീ പിടിച്ച് ഞെക്കി ഉണ്ടാക്കുന്ന ഒരു പാട്ടുണ്ട്. നമ്മൾ ആ സിനിമയും ആ ഡയറക്ടറിനെയും അതിലുള്ള ക്യാരക്ടേഴ്സിനെയും ഇപ്പം നേരത്തെ നമ്മൾ മുത്തച്ചിപ്പിനെ കൊണ്ട് പറഞ്ഞ പോലെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് 100% ജെനുവിൻ. AI എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്കിനെ കോംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ റിപ്ലേസ് ചെയ്യില്ല. അവിടെയാണ് നമ്മുടെ തോൽവിയും AI-യുടെ വിജയവും. അല്ല, ഇതില് ശരിക്കും ഉപ്പ പറഞ്ഞു തന്നേല് യു ആർ എ ന്യൂ ജെൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം AI-ല് ഹൗ മച്ച് എത്ര മോർ ഡിപ്പെൻഡഡ് ആണ്? യു ആർ ഡിപ്പെൻഡഡ് ഓർ നോട്ട്? ഞാൻ പാട്ടിൽ ഐ എം നോട്ട് ഡിപ്പെൻഡഡ് ഓൺ AI. ഞാൻ മോസ്റ്റ്ലി ഫുൾ ഇത് അപ്പം അപ്പായുടെ ഒരു ഗുഡ് അഡ്വൈസ് എന്നാ മുന്നോ പാട്ടിനോട് അപ്പ തന്നെ? അഡ്വൈസ് അങ്ങനെ തന്നിട്ടില്ല. എന്നതാ അപ്പ ഇത് കോച്ചിന് ഒരു ഉപദേശം പോലും കൊടുക്കാത്ത എനിക്കാരും അഡ്വൈസ് തന്നിട്ടില്ല. അന്നും പറഞ്ഞ അപ്പന് കൊടുത്തൂടെ? എനിക്കൊന്നും തന്നില്ല, അതുകൊണ്ട് നിനക്കും വേണ്ടെന്ന് ആരേലും പറയും? അങ്ങനല്ല, ഞാൻ ഇവനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവന്റെ റൂട്ട് എങ്ങോട്ടേക്കാണ് പോണേന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. ഹീസ് ഇൻ ദ റൈറ്റ് റൂട്ട്. സോ ഫാർ സോ ഗുഡ്. അപ്പൊ അവന്റെ മ്യൂസിക് ടേസ്റ്റ് നല്ലതാണ്. അവൻ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അൾട്രാ മോഡേൺ എന്ത് അവന് അറിയാത്ത ജോൺറില്ല. എല്ലാം കേൾക്കാറുണ്ട്. പറഞ്ഞു ജോൺറ് പറഞ്ഞു. പോപ്പാടാ, പോപ്പ് ജോണറല്ലേ? പോപ്പ് ജോൺറാണ്. അപ്പൊ ഒച്ച വെക്കാതെ ചോദിക്കാപ്പാ, വെറുതെ ഇങ്ങനെ ഒച്ച വെക്കുന്നത് നമുക്ക് ഇറിറ്റേറ്റ് ആവുന്നല്ലേ? അല്ല ചേച്ചി, അതൊന്നുമല്ല. ബ്രസീലിയൻ ഫങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നാ കൊച്ചു പറയട്ടെ, അപ്പം മിണ്ടരുത്, കൊച്ചു ഒന്ന് പറയട്ടെ. പോപ്പ് അങ്ങനത്തെ R&B അങ്ങനത്തെ ജോണേഴ്സ്. ഓക്കെ, ഇപ്പം ഒരു ട്രെൻഡ് ഉണ്ട് ഇങ്ങനെ ഈ കൊറിയൻ പിള്ളേരുടെ അല്ലേ, അത് കേൾക്കാറുണ്ട്. ഇഷ്ടമല്ല, എന്റെ റിയാക്ഷനേ ശരിയല്ല.
ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം ഈ കൊറിയൻ. അവരുടെ പിന്നെ BTS യെസ്, BTS. അവരുടെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഇടയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പൊ സുയാറ ന്യൂ ജെൻ അടാ അപ്പം മിണ്ടുന്നില്ലടാ. നല്ലല്ലേ? എന്നോട് പറഞ്ഞു ഞാൻ വിട്ടുന്നില്ല. കുറച്ച് പീസ് ഉണ്ട്, എനിക്കിഷ്ടായി. അപ്പാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയ മട്ടൺ ഒന്ന് ട്രൈ ചെയ്താലോ? എന്റെ കണ്ണ് കുറച്ച് മട്ടനിൽ തന്നെ പോയിട്ടുണ്ട്. അവിടെ തന്നെയായിരുന്നു തുടക്കം തൊട്ട്. പക്ഷെ ഒന്നുമില്ല, കൊച്ചു നല്ലതായിരുന്നേ. ഇത് പക്ക നാടൻ മട്ടൺ കറി അല്ല, ദിസ് ഇസ് മുഗ്ലായ് മട്ടൺ കറി ഇൻ എ ഒത്തന്റിക് വേ. എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാ, സോ ഐ മെയ്ഡ് ഇറ്റ്. ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. പേടിയുണ്ട് ഷാന്റെ കമന്റ് വരുന്നതിന് മുമ്പ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്താലോ എന്നൊരു സത്യം പറഞ്ഞ ഒരു ചിന്തയുണ്ട്. പ്ലീസ് പ്ലീസ് ഷാൻ പ്ലീസ്, എനിക്ക് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. തീർന്നു, ബാ നമുക്ക് ഇനിയിപ്പോ നിർത്താം. ഏതൊരു ഒന്നാമത് നമുക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സംഭവം നമുക്ക് ഇഷ്ടമല്ല. പ്രശ്ന ഓക്കെ. ഇതിപ്പോ ഞാൻ കാശ്മീരി ചില്ലി വെച്ചാ ചെയ്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു ക്വൈറ്റ് ഡിഫറെന്റ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വ്യത്യാസം അല്ലേ വേണ്ടേ? ചേച്ചി ഒന്നാമത് നമ്മൾ അവിടുന്ന് വന്നിട്ട് ഇവിടെ കഴിക്കുമ്പോൾ ഈ സ്പൈസ് ഒക്കെയാണ് പ്രശ്നം, ഭയങ്കര എരിവ് അത് ഇത്. ആക്ച്വലി മലബാറുകാർക്ക് ഒരു മീറ്റ് ചെയ്യണമെങ്കിൽ ആ മീറ്റിന്റെ ടേസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ മുന്നേ. ചേച്ചി ഫുഡിന്റെ കാര്യം നമ്മളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. എനിക്ക് ബാക്കി കരിയറൊക്കെയാണ് സംസാരിച്ചത്. ഫുഡ് തുടങ്ങിയാൽ പിന്നെ ഈ എപ്പിസോഡ് പോരാ നമുക്ക്. ഉപ്പ അങ്ങ് തുടങ്ങും. ഉപ്പ ഭയങ്കര ഫുഡിയാ. എനിവേ ഐ എം സോ ഹാപ്പി റയാൻ വന്നത്. ബിക്കോസ് എന്നാന്നറിയോ, നമ്മുടെ പ്രേക്ഷകർക്ക് അവനെ ഒന്ന് കാണാൻ ഒത്തു. അതിനു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നറിയോ, ഐ ഗിവ് യു എ ഗിഫ്റ്റ്. അപ്പം പിന്നെ കൊടുക്കാം. ഈ പുറത്ത് കാണുന്ന ഗ്രാഫിക്സ് ഒക്കെ അകത്തുണ്ടോ? ഞാൻ ഈ കവർ മാത്രല്ല തന്നെ. ആനീസ് കിച്ചണില് ആനീസ് നോട്ട് എ ഫേക്ക് പേഴ്സൺ. ആ മതി, അന്നപ്പോ പിന്നെ അങ്ങ് മതി. കുറെ നേരെ മുന്നേ നീ പോകുമ്പോ ഞാൻ തരാടാ. ഈ അപ്പം ശരിയല്ല. എനിവേ I'm so happy. എനിവേ ഇതൊരു കുറച്ച് വഴക്ക് സന്തോഷം അതെല്ലാം ഒക്കെ അന്നേരം പോലും ഐ എം സോ ഹാപ്പി. എൻ്റെ ഷോയിൽ വന്നിട്ട് എന്താ പറയുക, ഇത് ഭയങ്കര എനർജിയായി. എനിവേ എൻ്റെ പ്രേക്ഷകരെ വിശേഷമെല്ലാം അറിഞ്ഞു. കുറച്ച് വിശേഷമാണെങ്കിലും പാട്ട് പാടുന്നവരോടാണെങ്കിലും ഷാൻ ഇപ്പം ഇവിടെ ഇരുന്ന് കുറേ എന്താ പറയുക ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, good night. Ali's Kitchen. Let's cook with love.